സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. വിനാശം കൊണ്ടു മൃതിയെ കടന്നമൃതമാം പദം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ. ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാഗുരുവിൻ്റെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് ഈ സത്സംഗത്തെ ധന്യമാക്കിയ എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പഠന ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ ജിജ്ഞാസുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുളുന്നു. ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ തർജ്ജമയും അതുപോലെ തന്നെ മൂല മന്ത്രവുമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഉപനിഷത്ത് മന്ത്രം 14 ഗുരുവിൻ്റെ തർജ്ജമ 16ാമത് തർജ്ജമ ആണ് വിചാരം ചെയ്യേണ്ടത്. അതിൽ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളായി നമ്മൾ ഒരേ സത്യത്തെ തന്നെ ആവർത്തിച്ച് മുനി ഋഷി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ മന്ത്രങ്ങൾ ആദ്യത്തെ കുറച്ച് മന്ത്രങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ സത്യാനുഭവത്തിൻ്റെ 2 വശങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഋഷി ഉപദേശിക്കുകയാണ്. ഇവിടെ വ്യാഖ്യാനാന്തരങ്ങൾ ഇതിന് ചിലയിടത്ത് വ്യത്യസ്തങ്ങളായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശങ്കര ഭഗവത്പാദരുടെ ദശോപനിഷത്ത് ഭാഷ്യമാണല്ലോ ഉപനിഷത്ത് ഭാഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിൽ ശങ്കര ഭഗവത്പാദര് കൊടുക്കുന്ന സംഭൂതിക്കും അസംഭൂതിക്കും കൊടുക്കുന്ന വ്യാഖ്യാനം നമ്മൾ പറയുന്നതിനേക്കാൾ നേരെ തിരിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഗുരുവിൻ്റെ തർജ്ജമ ആ ഒരു ഭാഷ്യത്തെ ഈ ഭാഗങ്ങളിൽ അനുകൂലിക്കുന്നില്ല എന്ന് നമുക്ക് മന്ത്രത്തിലൂടെ കടക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അത് ഈ മന്ത്രത്തിലാണ് നമ്മളത് കൂടുതൽ ക്ലിയർ ആകുന്നത്. കാരണം ഭഗവത്പാദര് സംഭൂതിക്ക് ജഡമെന്നും സ്ഥൂലമെന്നും അസംഭൂതിക്ക് സൂക്ഷ്മമെന്നും പരമസത്യമെന്നുമാണ് വ്യാഖ്യാനിച്ചു പോരുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇത് ആദ്യ ഭാഗങ്ങളിൽ സംഭൂതിയും അസംഭൂതിയും വിദ്യയും അവിദ്യയും ഒക്കെ എടുത്തപ്പോൾ വല്ലാതെ ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു. ഇതെങ്ങനെ ഇത് വ്യാഖ്യാനിക്കും ഭഗവാനെ? അപ്പോഴും ഗുരുവിൻ്റെ തർജ്ജമയെ അടിസ്ഥാനമാക്കി തന്നെ മുന്നോട്ട് പോകുമ്പോഴും ഈ വഴി ഭഗവാൻ തെളിച്ചു തരും എന്നുള്ള ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഈ മന്ത്രത്തിലെത്തിയപ്പോൾ നമ്മുടെ വഴി വളരെ കറക്റ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് 14ാമത്തെ മന്ത്രം. നോക്കാം. സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. സംഭൂതിം ച വിനാശം ച
യസ്തദ്വേദോ ഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. വിനാശം കൊണ്ടു മൃതിയെ കടന്ന മൃതമാം പദം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ. വിനാശം കൊണ്ടു മൃതിയെ കടന്ന മൃതമാം പദം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ. സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു മന്ത്രമാണിത്. ഇവിടെ അതിന്റെ പദച്ഛേദം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പദച്ഛേദം എടുക്കുമ്പോൾ മന്ത്രം നിങ്ങളുടെ കൈവശം ഉണ്ടാകണം, മൂലമന്ത്രം ഉണ്ടാകണം, ഗുരുവിന്റെ തർജ്ജമ ഉണ്ടാകണം. അത് കുറിക്കാൻ ഒരു നോട്ട് പുസ്തകവും കയ്യിൽ കരുതുക. ബഹളമില്ലാത്ത സ്ഥലത്ത് ശാന്തമായിരുന്നു വേണം നമ്മൾ ഉപനിഷത്ത് മനനം ചെയ്യാൻ, വിചാരം ചെയ്യാൻ. ഇപ്പോൾ അതുപോലെ ഒരു അക്ഷരം പോലും തെറ്റാതെ വേണം മന്ത്രം ഉച്ചരിക്കാൻ. മന്ത്രത്തിൽ പിഴവ് വരാൻ പാടുള്ളതല്ല. സംഭൂതിം ച വിനാശം ച, സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയം സഹ. ഇത് നമ്മൾ പലവട്ടം പിരിച്ചിട്ടുള്ളതാണ്. യസ്തദ്വേദോ ഭയം സഹ, യഹ തത് വേദ ഉഭയം സഹ. യസ്തത്, യഹ തത് ചേരുമ്പോഴാണ് യസ്തത് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വിസർഗം എന്തായി മാറുന്നു എന്നാ പറഞ്ഞത്. യഹ എന്നുള്ളതിന്റെ വിസർഗത്തിന്റെ കൂടെ യഹ പ്ലസ് തത് ചേരുമ്പോൾ യസ്തത് എന്ന് വരുന്നു. അപ്പോൾ അവിടെ വിസർഗം ഏത് ആദേശമായിട്ട് വരുന്നത്, എന്തായിട്ട് വരുന്നത്? സകാരമായിട്ട് വരുന്നു അല്ലെ. അങ്ങനെയാണ് യസ്തത് എന്നായത്. വിസർഗത്തിന് ലോപം സംഭവിച്ച് സ് ആദേശമായിട്ട് വന്നപ്പോൾ യസ്തത് എന്നായി. അത് പിരിക്കുമ്പോൾ യഹ പ്ലസ് തത് എന്നാണ്. തത്, അത് എന്നുള്ള അർത്ഥത്തിൽ. യഹ തത് വേദ, യസ്തദ് വേദോഭയം. കണ്ട, യഹ തത് വേദ ഉഭയം സഹ. അവിടെ മാത്രം ഇത്തിരി ശ്രദ്ധിച്ചാൽ മതി. അവിടെയാണ് നമുക്ക് ഇത്തിരി സമസ്ത പദം കൂടുതലുള്ളത്, ക്ലിഷ്ടമായിട്ടുള്ളത് പദച്ഛേദം ചെയ്യാൻ. യഹ തത് വേദ ഉഭയം സഹ യസ്തദ് വേദോഭയം സഹ. വിനാശേന മൃത്യും തീർത്വാ, വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യ അമൃതം അശ്നുതേ. സംഭൂത്യാമൃതമശ്നുതേ, സംഭൂത്യ അമൃതം അശ്നുതേ. അതാണ് രൂപം. സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ, യഹ തത് വേദ ഉഭയം സഹ. വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യ അമൃതം അശ്നുതേ. അതാണ് രൂപം. പദച്ഛേദം ചെയ്യാൻ പഠിച്ചു എന്ന് തോന്നുന്നു. ഇന്ദുമതി അതൊന്ന് പറയാമോ? സംഭൂതിം ച വിനാശം ച യഹ തത് വേദ ഉഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യ അമൃതം അശ്നുതേ. ഓക്കെ, അവിടെ സംഭൂതിയും ദീർഘമില്ല കേട്ടോ. ദീർഘം ഞാൻ കേട്ടതിന്റെ ആണോ എന്നറിയില്ല. സംഭൂതിം ഹ്രസ്വമാണ് അവിടെ. ഇനി അതിന്റെ പദച്ഛേദം ഇങ്ങനെയാണ്. ഇനി അതിന്റെ ഗദ്യക്രമം, പദച്ഛേദം കഴിഞ്ഞ് അതിന്റെ അന്വയം പറയണം. നമുക്കതിന്റെ അന്വയിക്കണം. അന്വയം നോക്കുമ്പോൾ അന്വയം ഒന്ന് കുറിച്ച് വെക്കുക. അതായത് പ്രോസ് ഓർഡർ, അതിന്റെ ഗദ്യരൂപം. സംഭൂതിം ച, സംഭൂതിം ച വിനാശം ച തത് ഉഭയം, തത് ഉഭയം, അത് രണ്ടും സംഭൂതിയും വിനാശവും. തത് ഉഭയം സഹ ഒരുമിച്ച്,
അവിടെ സായും ഹായും ഇട്ടാൽ വിത്ത്, കൂടെ, ഒരുമിച്ച് എന്നൊക്കെയുള്ള അർത്ഥമാണ്. സായിട്ടിട്ട് വിസർഗം ഇട്ടാൽ അതിൻ്റെ അർത്ഥം അവൻ, ഹി എന്നുള്ള അർത്ഥമാണ്. സായിട്ടിട്ട് ഹാ ഇട്ടാൽ അതിൻ്റെ അർത്ഥം കൂടെ. രാമേണ സഹ സീത വനം ആഗച്ഛത്, രാമനോടൊപ്പം. കൃഷ്ണേന സഹ ഗോപാലഹ വിദ്യാലയം അഗച്ഛത്, കൃഷ്ണേന സഹ വിത്ത് കൃഷ്ണ, കൃഷ്ണനോടൊപ്പം. അവിടെ സഹ എന്ന വാക്കിന് കൂടെ എന്ന അർത്ഥമാണ്. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ സംഭൂതിം ച വിനാശം ച തത് ഉഭയം, അത് രണ്ടും, ഏത് സംഭൂതിയും വിനാശവും, തത് ഉഭയം സഹ രണ്ടും ഒരുമിച്ച്, യഹ യാതൊരുവനാണോ വേദ അറിയുന്നത്. സംഭൂതിയെയും വിനാശത്തെയും യാതൊരുവനാണോ ഒരുമിച്ച് അറിയുന്നത്. യഹ തത് ഉഭയം സഹ യഹ വേദ. അവിടെ നമ്മൾ ബ്രാക്കറ്റിൽ ഒരു സഹ കൊടുത്തു. അങ്ങനെയുള്ളവൻ, ആരാണോ ഇത് അറിയുന്നത് അങ്ങനെയുള്ളവൻ. അവിടെ നമുക്കത് ഒരു സെന്റൻസിൽ ഒരു പൂർണ്ണത വരാൻ നമുക്ക് അവിടെ ഒരു സഹ വെറുതെ എഴുതി ചേർത്ത് മനസ്സിലാക്കാം. അങ്ങനെയുള്ളവൻ വിനാശേന മൃത്യും തീർത്വ, വിനാശേന മൃത്യും തീർത്വ സംഭൂത്യ അമൃതം അശ്നുതേ. വിനാശേന മൃത്യും തീർത്വ സംഭൂത്യ അമൃതം അശ്നുതേ. ഒന്നും കൂടെ പദ്യം മന്ത്രത്തിന്റെ ഗദ്യരൂപം പറയാം. ഇത് ഇന്ന് തന്നെ, അതായത് ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. ആ ഒരാഴ്ചക്കുള്ളിൽ ഈ മന്ത്രവും ഇതിൻ്റെ ഗുരുവിൻ്റെ തർജ്ജമയും ഇതിൻ്റെ പൊരുളും പഠിച്ചു പോകണം. കാരണം ഇത് നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു താക്കോലും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് പഠനം, ഓരോ നിമിഷവും നമുക്ക് പഠനം വേണം. ക്ഷണശഃ അല്ലെ, പഠനം ഓരോ ക്ഷണവും നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കണം എന്നാ പറയും. ധനം സമ്പാദിക്കുമ്പോൾ കണശഃ സമ്പാദനയും, ഓരോ കണവും ഓരോ നാണയവും ചേർത്ത് വെച്ച് വലിയ ധനമാക്കി മാറ്റുന്നത് പോലെ ഓരോ ക്ഷണവും നമ്മൾ ജ്ഞാനം ആർജിച്ചുകൊണ്ടിരിക്കണം. അതിന് പ്രായമൊന്നുമില്ല. 60 70 80 ഒന്നുമില്ല. ജീവിതകാലം മുഴുവനും നമ്മളൊരു പാഠനങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ പറയാണ്, അപ്പോൾ ഇത് ഹൃദിസ്ഥമാകുക. എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ മന്ത്രവും അതിൻ്റെ പദങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. സംഭൂതിം ച വിനാശം ച തത് ഉഭയം സഹ യഹ വേദ സഹ. ഈ സഹ ഇട്ടില്ലെങ്കിൽ എവിടെ നിന്ന് എന്തിനാണ് സഹ ഇട്ടതെന്ന് ചോദിക്കാൻ, അത് ഇട്ടില്ലേലും കുഴപ്പമില്ല. ഒരു ആശയ പൂർത്തീകരണത്തിന് സഹ എന്ന് ചേർത്തന്നേ ഉള്ളൂ. യഹ വേദ വിനാശേന മൃത്യും തീർത്വ സംഭൂത്യ അമൃതം അശ്നുതേ. ആർക്കെങ്കിലും ഇതിന്റെ അന്വയം ഒന്ന് പറയാമോ? ഗദ്യക്രമം ഒന്ന് പറയാനോ? നിങ്ങൾ ഉണ്ടോന്ന് അറിയാനാണ് അപ്പുറത്തെ. സംഭൂതിം ച വിനാശം ച തദുഭയം സഹ യഃ വേദ സഹ വിനാശേന മൃത്യും തീർത്വ സംഭൂത്യ അമൃതം അശ്നുതേ. തുളസീദാസ് സാറിന്റെ സംസ്കൃത പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുണ്ട്. യഹ എന്നുള്ളതിന് ആ യ വിസർജിച്ച് തന്നെ ഉച്ചരിക്കുന്നത് യഹ് അല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഗദ്യക്രമം നമ്മൾ വിചാരം ചെയ്തു, പദച്ഛേദം ചെയ്തു. ഇനി നമുക്ക് ഓരോ പദാനുപദ അർത്ഥം മന്ത്രത്തിന്റെ വിചാരം ചെയ്യണം. അതിനുശേഷം നമുക്ക് ഗുരുവിന്റെ തർജ്ജമ നോക്കാം. സംഭൂതിം ച എന്നുള്ള വാക്കിന് ആൻഡ് എന്നുള്ള അർത്ഥമാണ്. സംസ്കൃതത്തിൽ നമ്മൾ രാം ആൻഡ് കൃഷ്ണ എന്ന് പറയില്ലേ, അതുപോലെ സംഭൂതിം ച, സംഭൂതിയെയും, സംഭൂതി വിദ്യാമാർഗമാണ്, സത്യത്തിലേക്കുള്ള വഴിയാണ്. അത്രയാണ് നമ്മളിങ്ങനെ കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം വിചാരം ചെയ്തത്. അങ്ങനെയാണ്. സംഭൂതിയെയും ഉണ്ടോ, ഇവിടെ അസംഭൂതിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് വിനാശം ച. അവിടെ കാരണം ഇവിടെ മാറ്റം വന്ന എവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം. അസംഭൂതി സത്യമാണെന്നും സംഭൂതി ജഡമാണെന്നും ഭഗവത്പാദർ വ്യാഖ്യാനം ചെയ്ത് വന്നപ്പോൾ, ഈ ശ്ലോകം വന്നപ്പോൾ ഇത് എങ്ങനെ വ്യാഖ്യാനം ചെയ്യും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവിടെ ഭഗവത്പാദർ ചെയ്തേക്കണത് എന്താന്ന് വെച്ചാൽ, സംഭൂതിയുടെ അടുത്ത്
ബ്രാക്കറ്റിൽ ഒരു ആ കൊടുത്തു, എന്നിട്ട് വ്യാഖ്യാനിച്ചു. അസംഭൂതിം ച വിനാശം ച. ഇവിടെ അങ്ങനെ ആ ചേർക്കാതെ തന്നെ ഈ മന്ത്രത്തിന്റെ അർത്ഥം ഗുരു തർജ്ജമ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലാതെ തന്നെ ആശയം കിട്ടും. മാത്രമല്ല അവിടെ ആ ചേർക്കുമ്പോൾ വളരെ ദുർഗ്രഹമായി മാറുകയാണ് ഒന്നും കൂടെ. അതുകൊണ്ടാണ് ഗുരുവിന്റെ തർജ്ജമയിലൂടെ തന്നെ കടന്നു പോയത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നണു. അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇവിടെ സംഭൂതിം ച, സംഭൂതിയെയും, വിനാശം ച, വിനാശത്തെയും, തത് ഉഭയം, ഉഭയം എന്നുള്ള വാക്കിന് ബോത്ത് ഓഫ് ഇറ്റ്, രണ്ടും. തത് എന്ന് പറഞ്ഞ അത്, തത് ഉഭയം, അത് രണ്ടും. ഏത് രണ്ടും? സംഭൂതിയും വിനാശത്തെയും, സംഭൂതിയെയും വിനാശത്തെയും. ഉഭയം എന്ന് പറഞ്ഞ രണ്ടും. സഹ, ഒരുമിച്ച്, രണ്ടിനെയും ഒരുമിച്ച്, സംഭൂതിയെയും വിനാശത്തെയും രണ്ടിനെയും ഒരുമിച്ച്. യഹാ വേദ, വേദ മീൻസ് ടു നോ, അറിയുക. യഹ, ആരാണോ, യാതൊരുവനാണോ അറിയുന്നത്. അപ്പോ ജ്ഞാനകർമ്മ സമന്വയമാണ് ഋഷിമാര് പറഞ്ഞു തരുന്നത്. കർമ്മത്തെ അറിഞ്ഞു വേണം, ജഡപ്രപഞ്ചത്തെ അറിഞ്ഞു വേണം നമ്മൾ സത്യത്തിലേക്ക് അടുക്കാൻ. അതാണ്, അത് നമുക്ക് വ്യാഖ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും. അപ്പൊ യഹ വേദ, വേദ മീൻസ് അറിയുക. വേദം എന്ന വാക്കിന് അറിവെന്നാണല്ലോ അർത്ഥം. വേദ മീൻസ് ആരാണോ അറിയുന്നത്, ആരാണോ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് അറിയുന്നത്, അവൻ വിനാശേന, വിനാശം കൊണ്ട്. വിനാശം എന്നുള്ള പദം എന്തിനു പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറയാമോ ആർക്കെങ്കിലും? അസംഭൂതിക്ക്. അപ്പൊ വിനാശേന, വിനാശം കൊണ്ട്, അസംഭൂതി കൊണ്ട്, അസംഭൂതി അഥവാ അവിദ്യ കൊണ്ട്, അസംഭൂതി അഥവാ അവിദ്യ വിനാശമാണെന്നറിഞ്ഞ്, ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നതാണെന്നറിഞ്ഞ്, ജഡവസ്തുക്കൾ നശ്വരങ്ങളാണെന്നറിഞ്ഞ്, വിനാശേന അതായത് നാശമുള്ളതാണെന്നറിഞ്ഞ്, മൃത്യും തീർത്തുവ, മരണത്തെ, പതനരൂപമായ മരണത്തെ കടന്ന്, അതായത് ഭൗതിക വസ്തുക്കളുടെ ആ നശ്വരതയെ അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ആ വസ്തുക്കൾ ചലിച്ച് പരിണമിച്ചു മാറുന്നതാണെന്നും നാശമുള്ളതാണെന്നും നാശമില്ലാത്തൊരു സത്യം ഇവിടെ ഉണ്ടെന്നും അറിയുമ്പോൾ നമ്മൾ മരണത്തെ കടന്നു കഴിഞ്ഞു. അതും വ്യാഖ്യാനിക്കുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ മരണത്തെ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ മരണത്തെ കടക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞ് ജഡം ആയ ശരീരത്തിനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ അറിയേണ്ട ഒരു ശ്രേഷ്ഠ ജന്മമായ മനുഷ്യജന്മം കിട്ടിയ ഒരാൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മരണഭയത്തെ അകറ്റി മരണത്തെ കടക്കണം. അതിനുള്ള വിദ്യയാണ് ഋഷിമാര് നമ്മളോട് പറയുന്നത്. ഇല്ലെങ്കിൽ അവസാന സമയത്ത് ഈ ശരീരം അങ്ങ് ജീർണിച്ച് നമുക്ക് കണ്ണുകൊണ്ട് വായിക്കാനോ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ചെവി കൊണ്ട് കേൾക്കാനോ നാവ് കൊണ്ടൊന്ന് ഉച്ചരിക്കാനോ പോലും പറ്റാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മളിൽ ഇരുന്നു കൊണ്ട് ആ ബോധം ജ്വലിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ശരീരത്തോടുള്ള ആരോഗ്യത്തോടും ഇരുന്നപ്പോൾ അതിനെ മനനം ചെയ്തു. അതുകൊണ്ടാണ് നാളത്തേക്ക് ആത്മവിദ്യാ പഠനവും മാറ്റിവെക്കരുതെന്ന് പറയുന്നത്. കാരണം അനുനിമിഷം ശരീരം ചലിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിക്കും ശരീരത്തിനുമൊക്കെ ഉണർവുള്ളിടത്തോളം സമയം ഈ തത്വങ്ങളെയൊക്കെ ഉള്ളിലാക്കി മതിയതിലാക്കി മറന്നിടാതെ മയാമതിയറുവാൻ മനനം തുടർന്നിടണം എന്ന് ഗുരു പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മരണത്തെ കടന്ന്, കാരണം എൻ്റെ ശരീരം ഉൾപ്പെടെ സകലതും നശിക്കുന്നതാണ് എന്ന് അറിയുമ്പോൾ, നമ്മൾ ആ സത്യം അറിയുമ്പോൾ നമ്മൾ മരണത്തെ കടന്നു കഴിഞ്ഞു. അതും വ്യാഖ്യാനിക്കുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം നമുക്ക്. അപ്പോൾ മരണത്തെ കടന്ന്, മൃത്യും എന്ന് പറഞ്ഞ മരണത്തെ തീർത്തുവ, കടന്നിട്ട്, മരണത്തെ അതിക്രമിച്ചിട്ട്, മരണത്തെ അതിജീവിച്ചിട്ട്. ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഋഷീശ്വരന്മാർ അതാ ചെയ്തത്, അല്ലേ? ഇപ്പൊ ഗുരുവിന്റെ മഹാസമാധിയോടടുത്ത സമയങ്ങളിൽ
ആ ശരീരത്തിന് വേണ്ടി ഒന്ന് രോഗം മാറാൻ ഒന്ന് സങ്കല്പിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴുള്ള ആ ചോദ്യത്തിന്റെ മൂഢത്വം ആലോചിച്ച് നോക്കൂ. ഈ ജഡമായ ശരീരത്തിന് വേണ്ടി സങ്കല്പിക്കുകയോ, ജഡമായ ശരീരത്തെ എന്നേ മറികടന്നു കഴിഞ്ഞു ആലോചിച്ച് നോക്കൂ. അവിടെയാണ് നമ്മൾ ഗുരുവിന്റെ ദർശനം സൂക്ഷ്മമായി അറിയേണ്ടത്. അപ്പോ മൃത്യും തീർത്തുക, ആ മരണത്തെ കടന്ന്, പതനരൂപമായ മരണത്തെ കടന്ന്, സമ്പൂത്യ തൃതീയ വിഭക്തിയാണ്, സമ്പൂതിയെ അറിഞ്ഞ്, സത്യസ്വരൂപത്തെ അറിഞ്ഞ്, അമൃതം അശ്നുതേ, അമൃതത്വത്തെ, പരിപൂർണ സത്യത്തെ അനുഭവിക്കുന്നു എന്നർത്ഥം. അതായത് സംഭൂതിം ച വിനാശം ച, സംഭൂതിയെയും വിനാശത്തെയും, അതായത് സംഭൂതിയെയും വിനാശാത്മകമായ അസംഭൂതിയെയും ഒരുമിച്ച് ആര് അറിയുന്നുവോ, അതായത് ജഡത്തെയും അറിയണം, ആ ജഡത്തെ ചൈതന്യവത്താക്കി വെക്കുന്ന സത്യത്തെയും അറിയണം, രണ്ടിനെയും അറിയണം. രണ്ടിനെയും ആര് ഒരുമിച്ചറിയുന്നുവോ അയാൾ അവിദ്യാരൂപമായ അസംഭൂതി അല്ലെങ്കിൽ വിനാശം നശ്വരമെന്നും ജഡമെന്നും അറിഞ്ഞ്, അസംഭൂതി ജഡമെന്നറിഞ്ഞ്, രണ്ടിനെയും അറിഞ്ഞിട്ട്, ജഡപദാർത്ഥങ്ങൾ വിനാശാത്മകമാണെന്ന് അറിഞ്ഞിട്ട്, മരണത്തെ കടന്ന്, മരണഭയത്തെ അകറ്റി, സംഭൂതിയെ അറിഞ്ഞ്, അത് വ്യാഖ്യാനിക്കുമ്പോൾ ക്ലിയർ ആക്കി തരാം കേട്ടോ, സംഭൂതിയെ അറിഞ്ഞ്, സത്യത്തെ അറിഞ്ഞ്, അതിൽ നിന്നും പതിച്ചു പോകാതെ, ആ സത്യാനുഭവത്തിൽ നിന്നും പതിച്ചു പോകാതെ ആ പൂർണ്ണതയെ അനുഭവിക്കണം, അമൃതത്വത്തെ അനുഭവിക്കണം. അപ്പൊ അതിനിവിടെ പറയുന്നത് ജ്ഞാന കർമ്മ സമന്വയമാണ്. രണ്ടിനെ അറിയണം, ജഡത്തെ അറിയണം, സത്യത്തെയും അറിയണം. എന്നിട്ട് മരണത്തെ അതിക്രമിച്ച്, മരണത്തെ കടന്ന്, സംഭൂതിയെ അറിഞ്ഞ്, സത്യത്തിൽ നിന്നും പതിച്ചു പോകാതെ ആ പൂർണ്ണ സത്യത്തിലേക്ക് എത്തണം എന്നാണ് മന്ത്രത്തിന്റെ പദാനുപദ അർത്ഥം. ഇനി ഗുരുവിന്റെ തർജ്ജമ നമുക്ക് നോക്കാം. അപ്പൊ വിനാശം എന്നുള്ളതിന് അസംഭൂതി എന്ന് എടുത്തോളണം. ഗുരു തന്നെ തന്നേക്കുന്നുണ്ട്, വിനാശം കൊണ്ടു മൃതിയെ കടന്ന്, വിനാശം കൊണ്ടു മൃതിയെ കടന്ന്. അതിൽ മന്ത്രത്തിൽ ഏത് ഭാഗമായിട്ട് വരും? ഇപ്പൊ നമ്മൾ മന്ത്രം വിചാരം ചെയ്തല്ലോ, ഇതിൽ ഏത് വരും? വിനാശം കൊണ്ട് മൃതിയെ കടന്ന്. അതന്നെ, വിനാശേന മൃത്യും തീർത്വ കടന്നിട്ടല്ലേ, വിനാശ, തൃതീയ വിഭക്തി അവിടെ, വിനാശേന മൃത്യും തീർത്വ അമൃതമാം പദം. അതിൽ അമൃതം ഒറ്റ വാക്കുകൊണ്ട് ഗുരു അത് പറഞ്ഞിരിക്കുന്നത്, ഋഷി അത് പറഞ്ഞിരിക്കുന്നു, അമൃതം. അതിന് ഗുരു പറഞ്ഞിരിക്കുന്നു അമൃതമാം പദം, പരമമായ സത്യത്തെ സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു. സംഭൂത്യ അശ്നുതേ അല്ലെ, അശ്നുതേ സംപ്രാപിക്കുന്നു, അനുഭവിക്കുന്നു. സംഭൂത്യ അമൃതം അശ്നുതേ, അമൃതമാം പദം സംഭൂതി കൊണ്ട് സംപ്രാപിക്കുന്നു. ഒരുമിച്ച് അർത്ഥം പറഞ്ഞാൽ സംഭൂത്യ അമൃതം അശ്നുതേ, സംഭൂതി കൊണ്ട് സംപ്രാപിക്കുന്നു എന്നാണെങ്കിൽ സംഭൂത്യ അശ്നുതേ. എന്തിനാ ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ ഈ തർജ്ജമ, ഗുരുവിന്റെ തർജ്ജമ മന്ത്രവുമായി എത്ര ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മളും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പദങ്ങൾ എടുത്തിട്ട് പറയണത്. ഗുരു ഇത് വെറുതെ ഒരു സാഹിത്യ രചന നടത്തിയതല്ല. ഈ ഉപനിഷത്ത് പരമമായ സത്യത്തെ ഒരു സാധാരണ വിദ്യ പോലും കരഗതമാക്കുവാൻ ബുദ്ധിയോ അറിവോ അവകാശമോ ഇല്ലാതിരുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് തർജ്ജമ ചെയ്തു തന്ന ഈ ഈശാവാസ്യ ഉപനിഷത്ത് ആ മന്ത്രവുമായി എങ്ങനെ അത് ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നും കൂടി നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ പറയുന്നത്, സംഭൂതി കൊണ്ട് സംപ്രാപിക്കുന്നു, സംഭൂത്യ അശ്നുതേ, രണ്ടുമറിഞ്ഞവർ. കണ്ടോ, ആ രണ്ടുമറിഞ്ഞവർ എന്നുള്ള പദം ഗുരു ഉപയോഗിച്ചേക്കുമ്പോൾ ഋഷി അവിടെ പറയുക സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ. കണ്ട, അത്രയും പദത്തെ ഗുരു രണ്ടുമറിഞ്ഞവർ എന്ന വാക്കുകൊണ്ട് തന്നെ ഗുരു അവിടെ ചേർത്ത് വെച്ചേക്കുക. എത്ര മഹാകവിയാണ്
ലോകം കണ്ട മഹാകവിയാണ് ശ്രീനാരായണ പരമർഷി. ഗുരുവിൻ്റെ കവനചാതുര്യമൊക്കെ ആരാലും അന്നേ കാലത്ത് അറിയപ്പെടാതെ പോയി. രണ്ടുമറിഞ്ഞവർ സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ. സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ. അങ്ങനെയാണ്. നോക്കാം നമുക്ക്. വിനാശം കൊണ്ടു മൃതിയെ കടന്ന് വിനാശേന മൃത്യും തീർത്വാ അമൃതമാം പദം അമൃതം സംഭൂതി കൊണ്ടു സംപ്രാപിക്കുന്നു സംഭൂത്യ അശ്നുതേ. രണ്ടുമറിഞ്ഞവർ സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ. യഹ തത് വേദ ഉഭയം സഹ. യഹ ആരാണോ, തത് അത്, സംഭൂതിയെയും വിനാശത്തെയും, ഉഭയം സഹ ഒരുമിച്ച്, വേദ അറിയുന്നവൻ. അവൻ രണ്ടും അറിയുന്നവൻ മരണത്തെ കടന്ന് ആ പരമസത്യത്തെ അറിഞ്ഞ് അമൃതപദത്തിലേക്ക് എത്തുന്നു എന്നാണ് മന്ത്രത്തിന്റെ ആശയം. ഗുരുവിന്റെ തർജ്ജമയും അങ്ങനെയാണ്. നമുക്ക് അതിന്റെ മലയാളത്തിൽ ആശയം ഒന്ന് നോക്കാം. ഗുരുവിന്റെ തർജ്ജമയുടെ രണ്ടുമറിഞ്ഞവർ എന്തായിരിക്കും? രണ്ടുമറിഞ്ഞവർ സംഭൂതിയെയും അസംഭൂതിയെയും. മന്ത്രം പഠിക്കുമ്പോൾ തർജ്ജമ പഠിക്കാൻ എളുപ്പം വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. രണ്ടുമറിഞ്ഞവർ. ഈ രണ്ടും എന്താ? നമ്മളിപ്പോ തർജ്ജമയൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പോൾ പറഞ്ഞ് രണ്ടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ടത് സംഭൂതിയും വിനാശവുമാണ്, സത്യവും അസത്യവുമാണ്, വിദ്യയും അവിദ്യയുമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. രണ്ടുമറിഞ്ഞവർ, സംഭൂതിയെയും അസംഭൂതിയെയും ഒരുമിച്ചറിഞ്ഞവർ. വിനാശം കൊണ്ട്. വിനാശം ഏതാ? വിനാശം എന്ന പദം എന്തിനു പകരം ഉപയോഗിച്ചതാണ്? അസംഭൂതിക്ക്. അപ്പൊ വിനാശരൂപമായ അസംഭൂതിയെ അറിഞ്ഞ്, വിനാശാത്മകമായ ജഡവസ്തുക്കളെ അറിഞ്ഞ്, നമ്മുടെ ശരീരം ഉൾപ്പെടെ ജഡമായ വിനാശാത്മകമായ അസംഭൂതിയെ അറിഞ്ഞിട്ട്, ആ അസംഭൂതിയെ അറിയുമ്പോൾ എങ്ങനെ മൃതിയെ കടക്കണത്? മൃതിയെ കടന്ന് മരണത്തെ അതിജീവിച്ച്, അതായത് സത്യത്തിൽ നിന്നുള്ള പതനത്തെ നമ്മൾ മരണം എന്ന് പറയും. സത്യം അറിയാതെ പതിച്ചു പോകുന്നതിനെയും മരണം എന്ന് പറയും. അതുണ്ടാകാതെ, അതായത് ജഡവസ്തുക്കൾ ചലിച്ചു പരിണമിക്കുന്നതാണെന്നും അത് സത്യമല്ലെന്നും അറിയുമ്പോൾ, അതിനെ സത്യമാക്കി വെക്കുന്ന ഒരു പരമസത്യമുണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ ഈ ജഡത്തിന്റെ മരണം ഒരു മരണമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് മൃതിയെ കടക്കുക. സത്യം അറിഞ്ഞാൽ മൃതിയെ കടന്നു കഴിഞ്ഞു, അമൃത പദത്തിൽ എത്തിയും കഴിഞ്ഞു. പിന്നെ ഒരു ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് പദവും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. മൃതിയെ കടക്കാൻ നമുക്ക് ഇപ്പോഴും എന്തൊരു ഭയമാണ്. ഒരു രോഗം വന്നാൽ നമുക്ക് ആദ്യം എത്രയൊക്കെ സത്യം പഠിച്ചാലും, ഇപ്പം നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ, ചേച്ചി പറഞ്ഞ പോലെ, എന്നാലും എന്തുകൊണ്ടാണ് ഈ ഭൗതിക വിഷയങ്ങളോട് പിന്നെയും ആസക്തി തോന്നുന്നത്, പിന്നെയും ഈ ശരീരത്തോട് ഇങ്ങനെ ജീവിക്കണമെന്ന് തോന്നണത്, പിന്നെയും ഓരോ വിഷയങ്ങൾ അനുഭവിക്കണമെന്ന് തോന്നണം എന്താന്നൊരു ചോദ്യം നമ്മളെ പോലെയുള്ള അജ്ഞാനികൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം നമ്മൾ അക്കാഡമിക് ലെവലിൽ നിന്ന് പറയുമ്പോഴും നമ്മൾക്കിത് അനുഭവം വന്നിട്ടില്ല. ആനുഭൂതികമായി നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഓരോ ക്ലാസ്സുകളിൽ നിന്നും ക്ലാസ്സുകളിലേക്ക് ഓടി എന്തൊക്കെയോ നമുക്ക് അറിയാനുണ്ട്, അത് തൃപ്തിയായിട്ടില്ല, അതാണ് നമ്മൾ ഓടണത്. പക്ഷെ നമ്മളിത് സത്യം അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, യത് പ്രാപ്യ എന്ന കിഞ്ചിത് വാഞ്ചതി, എന്തിനെയാണോ പ്രാപിക്കേണ്ടത് അത് പ്രാപിച്ചാൽ പിന്നെ ഒന്നും അവൻ ആഗ്രഹിക്കില്ല, അല്ലേ? എന്നാ ശോചതി, ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കില്ല. എന്നാ ദ്വേഷ്ടി, ആരെയും വെറുക്കില്ല. അപ്പൊ അറിയേണ്ടത് അറിയാത്തതിന്റെ കുഴപ്പമാണ് നമ്മളിങ്ങനെ ഓടി നടക്കുന്നത്. അവൻ എല്ലാ ജിജ്ഞാസയിൽ നിന്നും നിവൃത്തമാകും, എല്ലാ ദുഃഖത്തിൽ നിന്നും നിവൃത്തമാകും, എല്ലാ സങ്കല്പത്തിൽ നിന്നും നിവൃത്തമാകും അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അറിയേണ്ടത് അറിയാനുള്ള നമ്മുടെ യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തോ പുണ്യം കൊണ്ട് നമുക്ക് കരഗതമായതാണ് ഈ ഉപനിഷത്ത് വിദ്യയൊക്കെ നമ്മുടെ ചെവികളിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുക. ഇതിൽ നിന്നൊരു പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ഇരുട്ടാർന്ന് മദ്യവും മയക്കുമരുന്നും മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും കെടുത്തിക്കൊണ്ട് വളരെ ഭയാനകമായ ഒരു ഭൗതിക സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോക ജീവിതം എന്ന് ഗുരു പറഞ്ഞതുപോലെ എന്താ പറയുക, പിശാചിന്റെ നഗരം പോലെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും
ആ മരുഭൂമിയിലെ നീരുറവ പോലെ ചെവിയിലേക്ക് ഇതൊക്കെ കേൾക്കാൻ ആർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ അവൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുള്ളവർക്ക് മാത്രമേ ഈ കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ കേൾക്കാനും ശ്രദ്ധിച്ചിരിക്കാനും ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ വന്ന് പറയാനും കേൾക്കാനും ഒക്കെ സാധ്യമാവുകയുള്ളൂ. അതിൻ്റെ ഈശ്വരൻ്റെ ഒരു കനിവുള്ളത് കൊണ്ടാണ്. ആ കനിവുണ്ടാവണം നമുക്ക്. ഇനിയും നമുക്ക് ആ കനിവ് നമ്മളിൽ ചൊരിയണേ മഹാഗുരു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ മന്ത്രാക്ഷരങ്ങളും നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൃതിയെ കടന്ന് അല്ലേ, മരണത്തെ കടന്ന് സത്യത്തിൽ നിന്ന് പതിച്ചു പോകാതെ ആ ജനന മരണ രൂപമായ ജഡശരീരത്തെ അറിഞ്ഞ് അത് എന്താ പറയുക, അതിനപ്പുറം ഒരു സത്യമുണ്ടെന്ന് അറിഞ്ഞ് മരണത്തെ കടന്ന് അമൃതമാം പദം, മരണമില്ലാത്ത അനശ്വരമായ ആ പരമസത്യാനുഭവത്തെ സംഭൂതി കൊണ്ട്, പരമമായ ജ്ഞാനം കൊണ്ട്, സംഭൂതി ജ്ഞാനത്താൽ സംപ്രാപിക്കുന്നു, വേണ്ടതുപോലെ അനുഭവിക്കാനിടയാവുന്നു. അപ്പം രണ്ടും അറിഞ്ഞിട്ട് അസംഭൂതി ജഡമാണെന്നറിഞ്ഞ് നശ്വരമായ വസ്തുക്കളുടെ ആ നശ്വരത ഒരു നാശമല്ലെന്നും അതൊരു പരിണാമമാണെന്നും മനസ്സിലാക്കിയിട്ട് അനശ്വരമായ സത്യത്തെ നമ്മൾ അറിയാനായി യാത്ര തുടരുന്നു. ആ സത്യത്തെ ഇവിടെ പറഞ്ഞു തന്നിട്ടില്ല. യാത്ര തുടരുന്നു. ആ എത്തുമ്പോഴുള്ള അനുഭവം ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇവിടെ. എങ്ങനെ സഞ്ചരിക്കണമെന്ന് വഴി മാത്രമാണ് ഋഷിമാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കേണ്ടതുണ്ട്. ഇവിടെ വ്യാഖ്യാനം നമുക്ക് നോക്കുമ്പോൾ ഒന്നും കൂടിയൊക്കെ ഇപ്പം ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വലിയ ഉറപ്പായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ആവും. നോക്കുക. അപ്പോൾ സംഭൂതി നമ്മൾ നേരത്തെ പറഞ്ഞത് സമ്യക്കായ ഭവിക്കലാണ് സംഭൂതി എന്ന് പറയും. അതായത് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ രൂപത്തെ, യഥാർത്ഥ സത്തയെയാണ് സംഭൂതി എന്ന് പറയുക. നമ്മുടെ ശരീരം അസംഭൂതിയാണെങ്കിൽ ആ ശരീരത്തെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ആത്മസ്വരൂപമുണ്ട്, അതാണ് സംഭൂതി. അതാണ് സമ്യക്കായ ഭവിക്കൽ. ബാക്കിയൊക്കെ അനുനിമിഷം ചലിച്ച് പരിണമിച്ചു പോകുന്നതാണ്. അതായത് സംഭൂതി, സമ്യക്കായ ഭവിക്കൽ. സമ്യക്ക് എന്ന് പറഞ്ഞാൽ ശരിയായ ഉണ്ടാകൽ. ശരിയായ ഉണ്ടാകൽ പരമസത്യം മാത്രമാണ് ശരിയായ ഇവിടെ ഉള്ളത്. ബാക്കിയൊക്കെ ശരിയല്ലാത്തതാണ്, നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ എല്ലാ സംഭൂതികളും ഉണ്ടാകുന്നത് ആ പരമമായ സത്യത്തിലാണ്. എല്ലാ സത്യവും ആ സത്യാത്മകതയിലാണ് എല്ലാ സത്യവും ഉണ്ടാകുന്നത്. ആ പരമസത്യത്തിൽ തന്നെയാണ് എല്ലാം ഉണ്ടായി നിലനിന്നും മറയുന്നത്. ഇനി വിനാശം അഥവാ അസംഭൂതി എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ ഇല്ലാതാകലിനെയാണ് അസംഭൂതി എന്ന് പറയുക. സംഭൂതി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ ഉള്ളത്, ശാശ്വതമായി ഉള്ളത് അത്. അസംഭൂതി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീതമായി അസത്യമായിട്ട് പ്രതീതമാകുന്നത് ഇല്ലാതെയാകുന്നതിനെയാണ് വിനാശം എന്ന് പറയുക. ഇപ്പൊ ശരീരം ഇത്ര കാലം നമ്മൾ സത്യമെന്ന് കരുതി കൊണ്ടുവരുന്ന ശരീരം ഒരു ദിവസം അതങ്ങ് പതിച്ചു പോകും. പതിച്ചു പോകുമ്പോൾ സ്ഥൂല ശരീരം മാത്രമാണ് പതിച്ചു പോകുന്നത്. സൂക്ഷ്മ ശരീരം നശിച്ചു പോകുന്നുണ്ടോ ടീച്ചറെ? നമ്മളുടെ സ്ഥൂല ശരീരം നമ്മൾ വിചാരിക്കണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി എന്നാണോ? ഒന്നും പോയിട്ടില്ല. എന്താണോ ചലിച്ച് പരിണമിക്കുന്നത് അത് മാത്രമേ പോവുള്ളൂ. സൂക്ഷ്മ ശരീരം പോവുമോ? നമ്മുടെ മനസ്സ് പോവുമോ? മനസ്സും ബുദ്ധിയും ആ പ്രാണനും ഒന്നും, ആ ജീവന്, അതിനെയൊക്കെ ചേർത്താണ് ജീവൻ എന്ന് പറയുക. ആ ജീവൻ സൂക്ഷ്മ ശരീരമാണ്. അത് നമ്മുടെ സ്ഥൂല ശരീരം. ആറുവിധം, അതെ, വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിനെതിന്നു നേർ. അറിവിന് ഒരു മാറ്റവും ഇല്ല. മാറ്റം വന്നത് ഇതായി കാണുന്ന സ്ഥൂലത്തിനാണ്. അതിനെയാണ് തേച്ച് മിനുക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അതിന് ഏറ്റവും നല്ല ബ്രാൻഡഡ് സോപ്പ് ഉപയോഗിച്ച്, ബ്രാൻഡഡ് ആഹാരം കഴിച്ച്, ബ്രാൻഡഡ് വസ്ത്രം ഉപയോഗിച്ച് ഇതിനെ മാത്രം ഇങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കും. ഇതിനെ തെളിയിക്കുന്നൊരു ചൈതന്യം അകത്തുണ്ടെന്നും അതിനെ ഒന്ന് തെളിയിക്കണമെന്നുള്ള അറിവ് നമുക്കില്ല. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് വിനാശം അഥവാ അസംഭൂതി എന്ന് പറഞ്ഞാൽ ഉള്ളതായി കാണപ്പെടുന്നതിൻ്റെ ഇല്ലാതാകലാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് സൂക്ഷ്മ ശരീരമാണ്. അപ്പോൾ നമ്മൾ ഈ ആത്മവിദ്യ പഠിക്കാൻ എത്തിയിരിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാ നമ്മളിവിടെ വന്ന് പഠിക്കണേന്ന് വെച്ചാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കണേ. നമ്മൾ പഠിച്ച് പ്രസംഗിക്കാനൊന്നുമല്ല, ഒരാളെ പഠിപ്പിക്കാനുമല്ല,
ഒരാളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സത്യം ഉറപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന ജന്മാന്തരങ്ങളായി കൊണ്ടുവച്ചിരിക്കുന്ന വാസനകളെ, ആ ലൗകിക വാസനകളെ ആത്മവാസനകൾ കൊണ്ട് ലയിപ്പിച്ച് കളയുക, ആത്മസത്യം അറിവ് കൊണ്ട് ലയിപ്പിച്ച് കളയുക. കാരണം സൂക്ഷ്മ ശരീരം നമ്മൾ മരിക്കുമ്പോൾ സൂക്ഷ്മ ശരീരം എവിടെ ലയിക്കുന്നു? സ്ഥൂലം എടുത്ത് കത്തിച്ച് കളയും. മരിച്ചെന്നറിഞ്ഞ അപ്പം ചോദിക്കും എപ്പോഴാണ് എടുക്കണേന്നായിരിക്കും ആദ്യം ചോദിക്കുക. പിന്നെ അസ്വസ്ഥത എങ്ങനെയെങ്കിലും ഒന്ന് കത്തിച്ച് കളഞ്ഞാൽ മതി, അവിടെ നിന്ന് പോകണ്ടേ അല്ലേ? ബന്ധുക്കളൊക്കെ പറയും ഭയങ്കര അയ്യോ എനിക്ക് കെട്ടിപ്പിടിച്ചൊക്കെ കരയും. ഒരു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കലൊക്കെ നിൽക്കും അല്ലേ? കഴിഞ്ഞു. അപ്പോൾ ഈ ജഡത്തിനെയാണ് നമ്മൾ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്നത്. പക്ഷെ പോകേണ്ടത്, പോകരുതാത്തത് പോയിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നില്ല. രാമായണമൊക്കെ വരുമ്പോൾ മരിച്ചു കിടക്കുന്ന താര അല്ലേ, ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ കരയുമ്പോൾ ചോദിക്കുന്നത് നീ എന്തിനാ കരയണേ? ജഡമല്ലേ പോയിട്ടുള്ളൂ, ആത്മാവ് നശിക്കൂലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ അവസ്ഥ ആർത്തലച്ച് നമ്മൾ കരയും. ഈ സ്ഥൂലം ശരീരം പരിണമിച്ച് മറ്റൊന്നായി മാറുവാണ്, പഞ്ചഭൂതങ്ങളായിട്ട് തിരിച്ചു മാറുവാണ്. അപ്പോഴും സൂക്ഷ്മ ശരീരം കാരണസത്തയിൽ ലയിക്കും. നമ്മളുടെ ആ കാരണസത്തയിൽ, നമ്മൾ ഉറങ്ങുമ്പോൾ ഏത് സത്തയിലാണോ ലയിക്കുന്നത് അതുപോലെ ആ കാരണസത്തയിലേക്ക് നമ്മുടെ മനസ്സും പ്രാണനും ലയിക്കുന്നുണ്ട്. കുറച്ച് ദാർശനികമാണ്, നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. എന്നിട്ട് ആ കാരണസത്ത ഈശ്വര പ്രകൃതിയിലേക്ക് മറയുക. എന്നിട്ട് ഈശ്വരന്റെ കൃപയനുസരിച്ചാണ് നമ്മൾ വേറൊരു ശരീരത്തിലേക്ക് കർമാനുസാരിയായി വാസനാനുസാരിയായി ആ ജീവൻ തന്നെ വരണേ. അതുകൊണ്ടാണ് മരണവുമില്ല പുറപ്പുമില്ല വാഴും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ജീവനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് ഈ സംഭൂതി ഉണ്ടാകുന്നുവോ, അമൃതത്വം ഉണ്ടാകുന്നുവോ, അക്കാലം വരെ ഈ ജീവൻ ഇങ്ങനെ വന്നും പോയി ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ ടീച്ചറെ? മനസ്സിലാവുന്നുണ്ടോ? അത് കാരണസത്തയിൽ, മൂലപ്രകൃതിയില്, മായയിൽ, അജ്ഞാനത്തിൽ. അതെ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ശരീരം പോകുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം അങ്ങ് അവസാനിപ്പിച്ചേക്കാന്ന് വെച്ചാലും നമ്മൾ പോകുന്നില്ല. നമ്മുടെ സൂക്ഷ്മ ശരീരം ജന്മാന്തരങ്ങളായി ഇവിടെ കിടന്ന് കറങ്ങുകയാണ് സത്യമറിയാതെ. കൂട്ടിവെച്ച വാസനയായിട്ട് ഇത് മടങ്ങും, വീണ്ടും തിരിച്ചൊരു ശരീരത്തിലേക്ക് വരുക. അപ്പൊ അതിനെ ഒരു അമൃതത്വത്തിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ അമൃതത്വത്തെ ചർച്ച ചെയ്യണം. മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിന് എന്താണ് നമ്മൾ ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതെന്നാണെങ്കിൽ സത്യത്തെ വീണ്ടും 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 പറഞ്ഞ് പഠിപ്പിക്കുക, ഉറപ്പിക്കുക. അസത്യമായതിനെ വിരക്തതയോടെ കാണാൻ പഠിക്കുക. നശ്വരമാണെന്നറിഞ്ഞ് ത്യാജ്യബുദ്ധിയോടെ അതിനെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, വിനാശം അഥവാ അസംഭൂതി എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തുവിന്റെ ഇല്ലാതാകലിനെയാണ് അസംഭൂതി എന്ന് പറയും. അപ്പോൾ സംഭൂതിയിലൂടെയും വിനാശത്തിലൂടെയുമാണ് ജീവിതം എന്ന പ്രതിഭാസം കടന്നു പോകുന്നത്. ജനനമുണ്ട്, മരണമുണ്ട്, ഉണ്ടാകലുകളുണ്ട്, അതുപോലെ തന്നെ നാശവുമുണ്ട്. അപ്പോൾ ജീവിതം എന്ന പ്രതിഭാസത്തിനെ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഉണ്ടാകലും മരണവും എന്ന പ്രതിഭാസത്തോട് കൂടിയതാണ് ജീവിതം. അപ്പോൾ ഈ ജനനവും മരണവും ഒക്കെ ആത്മസത്തയിൽ നടക്കുന്ന ഭാവപ്രകടനങ്ങൾ മാത്രമാണ്. ഒരു നദിയില്, ഒരു കടലില് തിരയും കുമളയൊക്കെ ഉണ്ടാകും മറയും. അപ്പൊ കടലിൽ സംഭവിക്കുന്ന നിരന്തരമുള്ള ഭാവപ്രകടനങ്ങൾ മാത്രമാണ് ജനനവും മരണവും ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ലോകത്തെ എത്ര സത്യമായിട്ടാണ് പിടിച്ചേക്കുന്നത്. ഇവിടെയുള്ള അനുഭവങ്ങളെ ഓർത്ത് നമ്മൾ എത്രയാ ദുഃഖിക്കുന്നത്. പക്ഷെ നമ്മൾ ശരിയായി ആലോചിക്കേണ്ടതിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കാൻ മെനക്കെടാറില്ല. എന്നിട്ട് ചിന്തിക്കേണ്ടാത്ത കാര്യത്തെ എടുത്തു വെച്ചാണ് ഈ ലോകത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉപനിഷത്ത് പഠിക്കുന്നത്, നമ്മുടെ ഭയം മാറാനാണ്, മരണഭയത്തെ അകറ്റാനാണ്. സത്യം പറയാലോ, മരണഭയത്തെ അകറ്റാനാണ്. ഇതിന്റെ സമയം, ഈ ശരീരത്തിനൊരു പ്രാരബ്ധം എത്ര നിലനിൽക്കുന്നുണ്ട്, അതുവരെ ഇത് നിൽക്കൂ. അത് കഴിഞ്ഞാൽ ശരീരം പോകുമെന്ന് നമ്മളൊരു സത്യത്തിലൊന്ന് ഉറപ്പിച്ചു വെക്കുക. എന്നിട്ട് ജീവിക്കുന്നിടത്തോളം കാലം ആനന്ദത്തോടു കൂടി ജീവിക്കുക. ഈ സത്യം അറിഞ്ഞ് ദുഃഖം അകറ്റി ജീവിക്കാൻ നാം പരിശ്രമിക്കണം. പരിശ്രമം ചെയ്യണമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ
കൂട്ടിവെച്ചിരിക്കുന്ന വാസനയുടെ അനുസരിച്ച് നമുക്ക് പ്രാരബ്ധം വന്നുകൊണ്ടേയിരിക്കും. അന്ന് വരുമ്പോൾ നമ്മൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നമ്മളിൽ നിന്ന് തന്നെ ആർജിച്ചു കൊണ്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ജനന മരണങ്ങൾ ബ്രഹ്മസത്തയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാവ പ്രകടനങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് വിനാശവും സത്യത്തിൻ്റെ ഒരു വശം, ആ ക്രിയാത്മകതയുടെ സർഗാത്മകതയുടെ ഒരു വശം മാത്രമാണ് മരണവും. അപ്പോൾ അതായത് നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഇത് മനസ്സിലാക്കാനൊരു എളുപ്പം എന്നാന്ന് വെച്ചാൽ, അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജന്മം കൊണ്ടു, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു, പിന്നെ ശൈശവ, ബാല്യ, യൗവനങ്ങളിലൂടെ, കൗമാര, ശൈശവ, പിന്നെ യൗവന, വാർദ്ധക്യങ്ങളിലൂടെയൊക്കെ അങ്ങോട്ട് കടന്നു പോയിട്ട് അവസാനം ഈ ശരീരം അങ്ങ് മറയും. അപ്പോൾ എത്രയോ മരണം, ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല, എത്രയോ മരണം നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് എന്താ നമ്മൾ അറിയാത്തെ? നമ്മുടെ ഏറ്റവും സുന്ദരമായിരുന്ന ദൈവപ്രകൃതിയായിരുന്ന നമ്മുടെ ശൈശവം എടുത്തുകൊണ്ട് പോയില്ലേ, ചത്തുപോയത്. പിന്നെ പുതിയ കോശങ്ങൾ, പുതിയൊരു രീതിയിലാണ് പിന്നെ അടുത്തത് ബാല്യം വന്നത്. ബാല്യം മരിച്ചു പോയിട്ടാണ് കൗമാരം വന്നത്. കൗമാരം മരിച്ചിട്ടാണ് യൗവനം വന്നത്. യൗവനം മരിക്കുമ്പോഴാണ് വാർദ്ധക്യം വന്നത്. വാർദ്ധക്യം കഴിയുമ്പോഴാണ് ഈ ശരീരം അങ്ങ് പോകുന്നത് മാത്രം നമ്മൾ മരണം എന്നും പറഞ്ഞ് കരയും. ഇവിടെ മരണം സംഭവിക്കുന്നില്ല, ഒന്നു മാറി മറ്റൊന്നായി തുടരുന്നു. ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും, ഇത് ഉടലിൻ സ്വഭാവമത്രേ. മുടിയിലിരുന്നറിയുന്നു മൂന്നും ആത്മാവ്, അല്ലേ? അതായത് ഉടയലും ഇരിക്കലും ഉദിക്കലും, ജനനവും സ്ഥിതിയും മരണവും എന്താ, ഇത് ഉടലിൻ സ്വഭാവമാണ്. എന്താണോ രൂപമായിട്ട് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ സ്വഭാവമാണ് പരിണമിച്ച് മറയുക എന്നുള്ളത്. അത് മറഞ്ഞു തന്നെ ഇരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്, വെറുതെ മനസ്സിലാക്കുകയല്ല. അടുത്ത വീട്ടിൽ മരിക്കും, ഞാൻ മരിക്കില്ല. അപ്പുറത്തെ ഒരാൾ മരിച്ചു, ഞാൻ മരിക്കില്ല. നമ്മളിങ്ങനെ കരുതുന്നു, അല്ലേ? കാണുകിൽ ഒരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണൂ നാരായണ ജയ. നമ്മൾ പാട്ട് പാടുമ്പോൾ അങ്ങനെയാ, നമ്മൾ മരിക്കില്ല, എല്ലാവരും മരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ശരീരത്തെ വളരെയധികം ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ശരീരത്തിൻ്റെ നശ്വരതയെ ഓരോ നിമിഷവും നമ്മൾ ഓർത്തുകൊണ്ട് അതിനെ ചൈതന്യവത്താക്കി നിൽക്കുന്ന ആ അമൃതത്വത്തെ അനുഭവിച്ചുകൊണ്ട് അതിനെ ലാളിച്ചുകൊണ്ട് കടന്നു പോകണം. ഇന്ന് അദ്ദേവവാ മരണമസ്തു യുഗാന്തരേവ. ഇന്ന് മരിച്ചാലും ഇനി കുറച്ച് നാളുകൾ കഴിഞ്ഞ് മരിച്ചാലും എന്താ ഒരുപോലെ എന്നുള്ള രീതിയിൽ വേണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കാൻ. അപ്പോൾ അങ്ങനെ അങ്ങ് വെച്ചെന്ന് വെച്ചിട്ട് നാളെ നമ്മൾ മരിച്ചു പോകുമെന്നില്ല. നമുക്ക് ജഗദീശ്വരൻ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രാരബ്ധം വരെ നമ്മൾ ഈ ശരീരം ഓടുന്നത്ര കാലം സന്തോഷത്തോടു കൂടി ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വിനാശം എന്ന് പറഞ്ഞാലും സത്യത്തിൽ സംഭവിക്കുന്ന ഒരു പരിണാമം മാത്രമാണ്, സത്യവസ്തുവിൽ സംഭവിക്കുന്ന ഒരു പരിണാമം മാത്രമാണ്. ശരീരം പെട്ടെന്ന് പഞ്ചഭൂതാത്മവുമായി മാറും. ഗുരുവിനോട് ഈ ശരീരം എന്ത് ചെയ്യണം, മരിച്ച ശരീരം എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? എത്ര നിസ്സാരമായിട്ടാ പറഞ്ഞത്? വളം വെക്കാൻ പറഞ്ഞത്, അല്ലേ? മുറിച്ചിട്ട് വളമാക്കി ഇടാനാ പറഞ്ഞത്. ചക്കിലിട്ട് ആട്ടി വളം വെക്കാനാ പറഞ്ഞത്. അത്രയുള്ള ഈ ശരീരത്തെയാണ് നമ്മൾ ഇത്രയും ലാളിച്ച് ഓമനിച്ച് ദുഃഖിച്ച് അതിനു വേണ്ടി മാത്രം കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ വിനാശ രഹസ്യവും സംഭൂതി രഹസ്യവും ഒക്കെ ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ വിനാശം എന്ന് പറഞ്ഞാലും സത്യത്തിൻ്റെ ക്രിയാത്മകതയുടെ ആ ഒരു സർഗാത്മകതയുടെ ഒരു ഭാഗം മാത്രമാണ് വിനാശവും എന്നറിയണം. അപ്പോൾ വിനാശത്തിൻ്റെ രഹസ്യം അറിഞ്ഞാൽ മരണത്തെ തരണം ചെയ്തു കഴിഞ്ഞു. കാരണം മരണമില്ലാത്ത അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഭഗവത്ഗീത പറയുക, അജനും ജന്മമില്ലാത്തവനും ജനിക്കാത്തവനും നിത്യനും ശാശ്വതനും പുരാണനും പണ്ടേ മുതലുള്ളതുമായ ഈ ആത്മാവ് ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ അമൃതരായി മരണത്തെ കടന്നു കഴിഞ്ഞു. ഇതല്ലേ പോണത്, അതല്ല മരണം. അത് മരണമല്ല, അതൊരു പരിണാമം മാത്രമാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ മരണത്തെ കടന്നു, ഭയം ഇല്ലാണ്ടായി. എൻ്റെ കൂടെയുള്ള ആൾ പോയാൽ എനിക്ക് ആരാണെന്ന് ചിന്തിക്കാൻ നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. കാരണം
കൂടെയുള്ളവരെ കണ്ടിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. ജഗദീശ്വരൻ ഈ ഭൂമിയിലേക്ക് നമുക്ക് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാൾ നമ്മളിവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നാളെയും ആ ഈശ്വര ചൈതന്യം നമ്മളെ സംരക്ഷിക്കും. ഒരാളും ഇവിടെ അനാഥരായി ആരും ഇല്ലാതെ ഒന്നും കടന്നു പോവില്ല. കാരണം എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ഒരു ജഗദീശ്വരൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്, പരമസത്യം ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും വേണം. ചേട്ടനല്ല എന്നെ നോക്കണം, എൻ്റെ മക്കളല്ല എന്നെ നോക്കണം, എൻ്റെ ബന്ധുക്കളല്ല. അതിനപ്പുറം ഒരു ശക്തി ഇരുന്നു കൊണ്ട് നമ്മൾ ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഒറ്റയ്ക്കിരിക്കുമ്പോഴും അല്ലേ, ഒറ്റപ്പെട്ടു പോകുമ്പോഴും ഒക്കെ നമ്മൾ ഇരുന്നുകൊണ്ട് ആശ്വാസം അരുളുന്ന ഒരു സംഭൂതിയുണ്ട്. അതിനെ അറിഞ്ഞ് നമുക്ക് ജീവിക്കാനാവണം. അപ്പോൾ അതിനാണ് ഉപനിഷത്ത് മന്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വിനാശരഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണത്തെ തരണം ചെയ്യുന്നു. ഇപ്പം മനസ്സിലായോ മരണത്തെ എങ്ങനെയാണ് തരണം ചെയ്യണത്? ആത്മാവിന് മരണമില്ലെന്നും ജഡമാണ് നശിച്ച് പരിണമിക്കുന്നത്, ചലിച്ച് പരിണമിക്കുന്നത് എന്ന് അറിയുമ്പോൾ നമ്മൾ മരണത്തെ കടന്നു കഴിഞ്ഞു. അത് ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ അറിയണം. എന്നാൽ മാത്രമേ നമ്മുടെ സൂക്ഷ്മ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ സത്യത്തെ കേൾക്കാൻ പറയുന്നത്. അപ്പോൾ വിനാശരഹസ്യം അറിഞ്ഞാൽ നമ്മൾ മരണത്തെ തരണം ചെയ്തു. അതുപോലെ സംഭൂതിയെ അറിഞ്ഞാൽ, സത്യത്തെ അറിഞ്ഞാൽ നമ്മൾ അമൃതപദത്തിലേക്ക് എത്തും എന്ന് പറയാം. വിനാശത്തെ അറിഞ്ഞ് മരണത്തെ തരണം ചെയ്ത് സംഭൂതിയെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ അമൃതത്വത്തെ പ്രാപിക്കണം എന്ന് പറയാം. ഒരു സത്യമുണ്ടെന്ന് എല്ലാത്തിനെയും ചൈതന്യവത്വമാക്കി വെക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കണം. ഇനി ഉപനിഷത്ത് ഋഷി പറയാണ്, സംഭൂതിയെയും അസംഭൂതിയെയും ഒരുമിച്ചറിഞ്ഞവർ, ജഡത്തെയും സത്യവസ്തുവിനെയും മനസ്സിലാക്കിയവർ എന്ത് ചെയ്യുന്നു? അസംഭൂതി കൊണ്ട്, അതായത് വിനാശം കൊണ്ട് മരണത്തെ തരണം ചെയ്തിട്ട് സംഭൂതി കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുന്നു. രണ്ടും അറിയണം. ഒന്ന് ജഡമാണെന്ന് അറിഞ്ഞ് മരണത്തെ തരണം ചെയ്ത് സംഭൂതിയിലൂടെ വിദ്യാമാർഗത്തിലൂടെ പരമസത്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും, വേദാന്തത്തിൻ്റെ ദാർശനിക ഭാവങ്ങൾ മനസ്സിലായില്ലെങ്കിലും വെറുതെ കേൾക്കുക. ഭഗവാനെ ഇത് തെളിയിച്ചു തരണേ, എൻ്റെ സ്വരൂപത്തിൽ ഇത് തെളിയിച്ചു തരണേ എന്നൊരു പ്രാർത്ഥന വയ്ക്കുക. ഓരോരോ മന്ത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ വെച്ച് നമുക്കിത് പിടികിട്ടും, ഒരു സംശയവും. അപ്പോൾ സംഭൂതിയെയും അസംഭൂതിയെയും രണ്ടും അറിഞ്ഞവർ, അസംഭൂതി വിനാശമാണെന്നറിഞ്ഞ് ആ വിനാശത്തെ അറിഞ്ഞിട്ട് മരണത്തെ കടന്നിട്ട് സംഭൂതിയിലൂടെ അമൃതത്വത്തിൽ എത്തണം എന്നാണ് ഉപനിഷത്തിന്റെ മന്ത്രം. അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞ അതേ ആശയം തന്നെയാണ് സംഭൂതിക്കും വിനാശത്തിനും ഉള്ളത്. അതായത് വിനാശം എന്ന് പറഞ്ഞാൽ മരണം, നിഷേധാത്മക സ്വഭാവമുള്ളതാണ്. സംഭൂതി എന്ന് പറഞ്ഞാൽ അമൃതത്വമാണ്. അത് ശരിക്കും വിദ്യാശക്തിയാണ്, ഭാവാത്മകമാണ് എന്ന് അറിയേണ്ടതുണ്ട്. അവിടെ രണ്ടും ഒന്നല്ലേ? മരണത്തെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എത്തിയെന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ വിദ്യ അവിദ്യ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും അറിവിന്റെ മണ്ഡലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ബോധത്തിലാണ് വിദ്യാശക്തിയും അവിദ്യാശക്തിയും അറിവിന്റെ മണ്ഡലങ്ങളാണെങ്കിൽ, സംഭൂതിയും അസംഭൂതിയും എന്താ ശരിക്കും പറഞ്ഞാൽ അത് സംഭൂതി ആന്തരികവും അസംഭൂതി ബാഹ്യവുമാണ്. ബാഹ്യമായ വസ്തുക്കൾ, ജഡവസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതാണല്ലോ അസംഭൂതി. അത് ബാഹ്യവും, സംഭൂതി ആന്തരികവുമായിട്ടുള്ള ശക്തിയാണ്. വിദ്യാശക്തിയും അവിദ്യാശക്തിയും ബോധത്തിൽ നടക്കുന്നതാണെങ്കിൽ, സംഭൂതിയും അസംഭൂതിയും പറയുമ്പോൾ സംഭൂതി ആന്തരികവും അസംഭൂതി ബാഹ്യവുമാണ്. അതായത് സംഭൂതിയുടെ പരമഫലം പ്രാപിക്കാൻ കൊതിക്കുന്നവർ സംഭൂതിയെയും, ഇതിന്റെ വഴി എന്നർത്ഥം, അമൃതമാം പദം എന്നാ പറഞ്ഞിരിക്കുന്നത്. അമൃത വഴിയാ, നമ്മൾ വഴിയിലാ നിൽക്കണേ. ലക്ഷ്യത്തിനെ കുറിച്ചുകൂടെ പറയുന്നില്ല. സഞ്ചരിക്കാനുള്ള ഒരു വിളക്ക് വെച്ച് തന്നിട്ട് ഇവിടെ സംഭൂതിയുണ്ട് അസംഭൂതിയുണ്ട്. സംഭൂതി സത്യത്തിലേക്കുള്ള വഴിയാണ്, അതിലൂടെ പതിക്കാതെ നീ സഞ്ചരിച്ചോളൂ. അസംഭൂതി ജഡമാണ്. ആദ്യം നീ ജഡത്തെ അറിയൂ. നീ ജീവിക്കുന്ന ശരീരത്തെയും നിന്റെ ആ സ്വരൂപത്തെയും, നീ ജഡശരീരത്തെ അറിഞ്ഞ്, നീ ജീവിക്കുന്ന ഭൗതിക പ്രപഞ്ചത്തെ അറിഞ്ഞ്, അത് ജഡമാണെന്നറിഞ്ഞ്, അതിന് കാരണമായിരിക്കുന്ന പരമസത്യത്തെ അറിഞ്ഞ്
പതിക്കാതെ നീ സഞ്ചരിച്ചോളണം എന്നാണ് പറഞ്ഞു തരണതേ. അപ്പോൾ വഴി മാത്രമാണ്, മോക്ഷം എത്തിയിട്ടില്ല. നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അമൃതം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയാം കേട്ടോ. അതല്ല പറഞ്ഞ അസംഭൂതി എന്ന് പറഞ്ഞാൽ അസംഭൂതി കൊണ്ട് മരണത്തെ കടക്കുക എന്നല്ലേ പറഞ്ഞത്. ഈ ജഡവസ്തുക്കളെ അറിഞ്ഞിട്ട് ഈ ജഡവസ്തുക്കൾ നശിച്ച് പരിണമിക്കുന്നതാണെന്നും സത്യവസ്തുവിന് നാശമില്ലെന്നും അറിയുമ്പോൾ നമ്മൾ മരണത്തെ കടന്നു. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ മരണം ഒരു മരണമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെയാണ് നമ്മൾ മരണത്തെ കടക്കുന്നത്. അപ്പോൾ ഈ അമൃതത്വം പറയുമ്പോഴത്തേക്ക് ദേവി ആരെന്തായിരുന്നു പേര് ചോദിച്ചത്? നമുക്ക് അതായത് നമുക്ക് നോക്കാം. വിനാശം കൊണ്ട് മൃതിയെ കടന്നു. നോക്കിക്കേ, വിനാശേന മൃത്യും തീർത്തുവ. വിനാശം കൊണ്ട് മൃതിയെ കടന്നു. നേരത്തെ പറഞ്ഞു പരമസത്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഭാവമുഖം മാത്രമാണ് വിനാശം എന്ന് പറഞ്ഞു. അങ്ങനെ വിനാശത്തിന്റെ തത്വം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നശിച്ചു പരിണമിക്കുന്ന ഉടലുകൾ ഒരിക്കലും പരമസത്യമല്ല. അതിനപ്പുറം ഒരു സംഭൂതി ഉണ്ടെന്നും സത്യം ഉണ്ടെന്നും നമ്മൾ അറിയണം. എന്നിട്ട് അതായത് ഒരു വിത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ ആ വിത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വിത്തിനൊരു മുള വരും. അപ്പോൾ ആ വിത്ത് നശിച്ചിട്ട് മരിച്ചിട്ട് അതിൻ്റെ മുളയായിട്ട് വരും. ഇനി ആ മുള ആകുമ്പോൾ നമുക്ക് വിത്ത് മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? വിത്ത് തന്നെയാണ് പരിണമിച്ച് മുളയായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് നമ്മൾ മരിക്കുമ്പോൾ അയ്യോ മരിച്ചു എന്ന് പറയും. ഈ മരിച്ചു പോയത് വീണ്ടും പഞ്ചഭൂതാത്മകമായിട്ട് കലർന്നു മാറുക, വേറൊന്നായിട്ട് മാറുകയാണ്. അപ്പോൾ അത് മരണമല്ലെന്നാണ് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഋഷി ഇത്രയും കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് വിത്ത് വൃക്ഷമാകുമ്പോൾ വിത്തിന്റെ നാശമാണ്, പക്ഷെ വൃക്ഷത്തിന്റെ ജനനമാണ്. പക്ഷെ നമ്മൾ അറിയണം വിത്ത് തന്നെയാണ് മുളയായതും മുള തന്നെയാണ് വൃക്ഷമായതും എന്നർത്ഥം. അത് ടീച്ചർ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, യൗവനവും വാർദ്ധക്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? അത് തന്നെ മനസ്സിലാകുന്നുണ്ടോ? ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വിത്ത് ഒരു വൃക്ഷമായപ്പോൾ, വിത്ത് മുളയായപ്പോൾ വിത്ത് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. വിത്ത് തന്നെയാണ് മുളയായത്. ഇനി മുള വലിയ വൃക്ഷമായപ്പോൾ അതിന്റെ രൂപം മാറിയില്ലേ? കൊമ്പുകൾ വന്നു, ഇലകൾ വന്നു, പൂക്കൾ വന്നു, കായ് വന്നു. അപ്പോഴും അത് മറ്റൊന്നായിട്ട് പരിണമിക്കുമ്പോഴും ഈ ഒരു സത്യം തന്നെയാണ് ഇങ്ങനെ പലതായിട്ട് മാറണത്. അപ്പോൾ ഒന്ന് മാറി മറ്റൊന്നാകുമ്പോൾ അതിന്റെ മരണം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ജനനം എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല എന്നൊക്കെ പറയണ എന്താ? എല്ലാം ഒന്നിന്റെ തന്നെ ആവിഷ്കാരങ്ങളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഉണ്ടായതൊക്കെ ചലിച്ച് പരിണമിച്ച് മാറുക തന്നെ ചെയ്യും. നമ്മുടെ ശരീരവും ഓരോ നിമിഷവും ചലിച്ച് മാറുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം, ഇന്നിപ്പോൾ എൻ്റെ ഒരു വാക്ക് പറയുമ്പോൾ തൊട്ടടുത്ത വാക്ക് ഞാൻ പറയുമ്പോൾ ആദ്യം പറഞ്ഞ ശരീരമല്ല എൻ്റെ, അന്യനിമിഷം ചലിച്ച് പരിണമിക്കുക ശരീരം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ ശ്ലോകമുണ്ട്, ആത്മോപദേശം. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നവരാണ്. അതൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ മനനം ചെയ്യുക. സൃഷ്ടി സ്ഥിതിലയം എങ്ങൊരു ദിക്കിലൊത്തുവാഴും അല്ലേ? ഒരു ഇപ്പൊ പറയുന്ന ഞാനല്ല തൊട്ടടുത്ത നിമിഷം പറയണം. അത്രയ്ക്കും നമ്മുടെ ശരീരം ചലിച്ച് പരിണമിക്കുകയാണേ. അപ്പോൾ നാളത്തേക്കൊന്നും മാറ്റി വെക്കാനല്ല. ഇപ്പൊ ഇന്ദ്ര ടീച്ചറൊക്കെ ഇപ്പോഴും ഈ 75-ാം വയസ്സിലും, 75ആണോ ടീച്ചറെ? വയസ്സ് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണേ. ഇരുന്ന് ടീച്ചർ ഒരു ജീവിതകാലം മുഴുവനും അധ്യാപക വൃത്തി ചെയ്ത് സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരുന്ന് ടീച്ചർ ഇപ്പോഴും ടീച്ചറിന് അന്ന് പഠിച്ചേക്കാൾ കൂടുതലാണ് ടീച്ചർ ഇപ്പോൾ ആത്മീയ പഠനത്തിലിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കാം. അപ്പം നമ്മൾ ഉള്ള കാലം, ഇരിക്കുന്നത്ര കാലം ഇതിനെയൊക്കെ ഒന്ന് പഠിക്കാനുള്ള അവസരമൊക്കെ നമുക്ക്, ജീവിത സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുക, ശാരീരികമായിട്ടുള്ള നമുക്കുള്ള സുഖം ലഭിക്കുക, അതൊക്കെ പുണ്യം ചെയ്തവർക്ക് കിട്ടുന്നതാണ്. പറയാതിരിക്കാൻ വയ്യത്. പ്രായത്തിലൊക്കെ ഉപനിഷത്തൊക്കെ എത്ര ശ്രദ്ധയോടെ പഠിക്കണത് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നമ്മൾ ദൈവത്തിന് അനുഗ്രഹം തരാത്തതിന് ദൈവത്തിനോട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണല്ലേ. ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ഉണ്ടായതെല്ലാം ചലിച്ച് പരിണമിച്ച് മാറുക തന്നെ ചെയ്യും. അത് പരിണാമമാണ്, നാശമല്ല, മരണമല്ല എന്നറിയണം. അപ്പോൾ ഇതറിയുമ്പോൾ നമ്മൾ മൃതിയെ കടന്നു.
മരണത്തെ കടന്നു, മരണഭയത്തിൽ നിന്നും മോചിതനാവും. ഉണ്ടായതിന് പരിണാമം മാത്രമാണെന്നും മരണമല്ലെന്നും ഒന്ന് മാറി മറ്റൊന്നായി മാറുന്നും ഇതൊക്കെ ഉണ്ടായതിൻ്റെ സ്വഭാവമാണെന്നും നമ്മളെ പഠിപ്പിക്കണം. അപ്പോൾ നമുക്ക് ശാന്തമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു മരണ വീട്ടിൽ പോയപ്പോൾ ആധ്യാത്മവിദ്യ പഠിച്ച ആ ചേച്ചി ഇരുന്ന ഭാവവും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നവരെ ഒത്തിരി അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻ്റ് എത്രയുണ്ടെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളാണ്. എന്നിട്ടും വന്നവരോടൊക്കെ സംസാരിക്കുന്നു. ആ ബോഡി എടുക്കുന്ന സമയത്തും ആ കാണികളുടെ കൂടെ ഒരാളായിട്ട് പോയി നിൽക്കുവാണ് സംസാരിച്ചുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും ആ സത്യത്തെ അറിഞ്ഞ് ഉറപ്പാക്കിക്കൊണ്ട് എത്ര സ്ഥിതപ്രജ്ഞയായിട്ടാണ് നിന്നേന്ന് ഞാൻ ആലോചിച്ച് നോക്ക്. തകർന്നൊന്നും പോകരുത് നമ്മുടെ ശരീരം. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയത്തില്ല. കുറച്ചൊക്കെ സത്യം അറിയാവുന്നവരും സത്സംഗം ചെയ്യുന്നവരും എപ്പോഴും ശിവഗിരി പോകുന്നവരും ഒക്കെയാ. അപ്പോൾ അതൊക്കെ ഗുരു കൊടുക്കും. അതിനുള്ള എല്ലാ മനസ്ഥൈര്യവും ഭഗവാൻ കൊടുക്കും. അപ്പോൾ നോക്കൂ, അടുത്ത നോക്കൂ. വിദ്യയാൽ അമൃതാർന്നിടുന്ന ഗുരു പറഞ്ഞു. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വിദ്യയാൽ അമൃതാർന്നിടും. അതുപോലെ ഇവിടെ പറയാ സമ്പൂത്യ അമൃതമശ്നുതേ, സമ്പൂതി കൊണ്ട് സംപ്രാപിക്കുന്നു. സമ്പൂത്യ അമൃതമശ്നുതേ, സമ്പൂതി കൊണ്ട് സംപ്രാപിക്കുന്നു. വിദ്യാരൂപമായ സമ്പൂതിയെ അറിഞ്ഞിട്ട് ആ അമൃതത്വത്തെ പ്രാപിക്കുന്നു. അമൃതത്വം വഴിയാണ്. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ അനുഭവമല്ല, വഴിയാണ്. ആ സത്യവഴിയിലേക്ക് നമ്മൾ കടക്കുന്നു എന്നർത്ഥം. പതിച്ചു പോകാതെ സത്യാനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ, സത്യാനുഭവത്തിൻ്റെ വഴിയെ നമുക്ക് കടക്കാൻ സാധിക്കുന്നു. സമ്പൂതി കൊണ്ട് സംപ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞേക്കണേ. സംപ്രാപിച്ച അനുഭവം ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും സംഭൂതി ശ്രേഷ്ഠമായ ഭവിക്കലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജനനം ഉൾപ്പെടെ സകലവിധമായ ഭവിക്കലുകളും സംഭൂതിയാണെന്ന് പറഞ്ഞു. ഭഗവാന്റെ ആ ചൈതന്യത്തിന്റെ വിളയാട്ടം തന്നെയാണ് ജനനം ഉൾപ്പെടെയുള്ള സകലതും എന്ന് പറഞ്ഞു. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അമൃതമായ പദത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, പരമാനന്ദ പ്രാപ്തി. ഈ അനുഭൂതിയിലേക്ക് എത്താനുള്ള ഉൾക്കാഴ്ച തരണമെന്ന പ്രാർത്ഥനയാണ് മന്ത്രം വയ്ക്കുന്നത്, അനുഭൂതിയല്ല. ഈ ഉൾക്കാഴ്ചയിലേക്ക് നമ്മളെ എത്തിക്കണം. ഞാൻ പറഞ്ഞു വന്നു 14ാമത്തെ മന്ത്രത്തിൽ ശങ്കര ഭഗവത്പാദർ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാറ്റം. കാരണം നിങ്ങളിവിടെ പല വ്യാഖ്യാനങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ ഞങ്ങൾ പഠിച്ചത്, ഇനി തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയം വേണ്ട. അത് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലും അതുപോലെ തന്നെ ശങ്കര ശിഷ്യന്മാരുടെ ഒക്കെ വ്യാഖ്യാനം, ചിദാനന്ദപുരി സ്വാമികളുടെ അടക്കം വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അവരെല്ലാം സംഭൂതിക്ക് ജഡമെന്നും അസംഭൂതിക്ക് സത്യമെന്നും പറഞ്ഞാണ് അത് വ്യാഖ്യാനിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പക്ഷെ ഗുരു ആ വഴിയിൽ ആ ഒരു സ്റ്റെപ്പിലൂടെ പോയിട്ടില്ല. ഗുരുവിൻ്റെ തർജ്ജമ വെച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി സംഭൂതിയും വിനാശവും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ 14ാം മന്ത്രത്തിൽ വന്നപ്പോൾ സംഭൂതിയുടെ മുൻപിൽ ആ ചേർത്ത് അസംഭൂതിയായിട്ട് ഭാഷ്യം ജപിച്ചിരിക്കുന്നു ശങ്കര ഭഗവത്പാദർ. അപ്പോൾ ബാലകൃഷ്ണ സാറ് പറയുന്നുണ്ട്, ഉപനിഷത്ത് മന്ത്രം മാറ്റാതെ തന്നെ ഇവിടെ അർത്ഥം ഗ്രഹിക്കാൻ വിഷമം കാണുന്നില്ല. എൻ്റെ വാക്കല്ല കേട്ടോ, എനിക്കങ്ങനത്തെ പറയാനുള്ള പരമജ്ഞാനമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നാലും ഞാൻ ഈ വ്യാഖ്യാനാന്തരങ്ങളും ശങ്കരഭാഷ്യവും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിലൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയി ഇത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് ബാലകൃഷ്ണൻ സാറ് പറയുന്നൊരു വാക്കുണ്ട്, ഉപനിഷത്ത് മന്ത്രം മാറ്റാതെ തന്നെ ഇവിടെ അർത്ഥം ഗ്രഹിക്കാൻ വിഷമം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. 14ാം മന്ത്രത്തിൽ സംഭൂതിയെ വിനാശം ച എന്നിടത്ത് സംഭൂതിയുടെ മുമ്പിൽ ആ ചേർത്തിട്ട് അസംഭൂതിയാക്കി മാറ്റിയിട്ടാണ് ശങ്കര ഭഗവത്പാദർ ഭാഷ്യം ജപിച്ചിരിക്കുന്നത്. ഇവിടെ അസംഭൂതിയാക്കാതെ സംഭൂതിയും വിനാശമെന്ന് പറഞ്ഞാലും ശരിയായ അർത്ഥം കണ്ടെത്താൻ സാധ്യമാകുമെന്നും മാറ്റിയപ്പോൾ അർത്ഥഗ്രഹണം ക്ലിഷ്ടമായി തോന്നുന്നു എന്നും ബാലകൃഷ്ണൻ സാറ് പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല, എന്തായാലും മനസ്സിലായത്ര നിങ്ങൾ ഗ്രഹിക്കുക. ഗുരുവിന്റെ തർജ്ജമയിൽ ഗുരു ആ മാറ്റം സ്വീകരിച്ചിട്ടില്ല.
ഒരു സംഭൂതിക്ക് പരമസത്യമെന്നും അസംഭൂതിക്ക് ജഡമെന്നും തന്നെയാണ് വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ളത്. എന്തായാലും നമുക്കൊരു ചെറിയ പോർഷൻ കൂടി ഇനിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഇത് ഒരുമിച്ചൊന്ന് വിചാരം ചെയ്യാം. ഇപ്പോൾ മനസ്സിലായില്ല എന്നൊന്നും വിചാരിക്കണ്ട, പദങ്ങളുടെ അർത്ഥം മാത്രമൊക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതൊന്നും കൂടെ മുഴുമിപ്പിക്കാം. 8:45 പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഗുരു ഓം തത്സത്.